തങ്കയങ്കി ഘോഷയാത്ര നാളെ ശബരിമലയിലെത്തും. വൈകിട്ട് തങ്കയങ്കി ചാർത്തി ദീപാരാധന നടത്തും. മറ്റന്നാൾ മണ്ഡലപൂജയോടെ ശബരിമല നടയടയ്ക്കും. ഡിസംബർ 23-ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട തങ്കയങ്കി ഘോഷയാത്ര നാളെ ഉച്ചയ്ക്ക് പമ്പയിലെത്തും. വൈകിട്ട് 5:15-ന് ശരംകുത്തിയിലെത്തുന്ന ഘോഷയാത്ര ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും. തങ്കയങ്കി ചാർത്തിയാണ് നാളെ ദീപാരാധന. നാളത്തെ പൂജാ സമയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. തങ്കയങ്കി ഘോഷയാത്ര എത്തുന്നതിനാൽ നിലക്കൽ മുതൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തും. ഡിസംബർ 26-ന് ഉച്ചപൂജയ്ക്ക് ശേഷം വൈകിട്ട് 5 മണിക്കാണ് ശബരിമല നട തുറക്കുന്നത്. അതിനാൽ രാവിലെ 11 മണി വരെ നിലക്കലിലെത്തുന്ന അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങളെ പമ്പയിലേക്ക് കടത്തിവിടൂ. 11 മണി കഴിഞ്ഞ് എത്തുന്നവർക്ക് 3 മണിക്കൂറെങ്കിലും നിലക്കലിൽ തന്നെ തുടരേണ്ടി വരുമെന്ന് പോലീസ് വ്യക്തമാക്കിയതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. സാധാരണ ഉച്ചപൂജയ്ക്ക് ശേഷം 3 മണിക്കാണ് ശബരിമല നട തുറക്കുന്നത്. മറ്റന്നാൾ ശബരിമലയിൽ മണ്ഡലപൂജ നടക്കും. മണ്ഡലപൂജയോടനുബന്ധിച്ച് നെയ്യഭിഷേകത്തിന്റെ സമയക്രമം ചുരുക്കിയിട്ടുണ്ട്. അന്നേ ദിവസം വെർച്വൽ ക്യൂ ബുക്കിംഗ് 70,000-ആയി ക്രമപ്പെടുത്തിയിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. നമ്മുടെ തങ്കയങ്കി ഇന്നലെ രാവിലെ 7 മണിക്ക് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി 26-ന് ഉച്ചയോടുകൂടി പമ്പയിൽ എത്തിച്ചേരും. അന്ന് വൈകുന്നേരം, അതായത് 26-ാം തീയതി വൈകുന്നേരം നട തുറക്കുന്നത് 5 മണിക്കാണ്, 3 മണിക്കല്ല, 5 മണിക്കാണ് നട തുറക്കുന്നത്. രാത്രി പതിവ് പോലെ തന്നെ 11 മണിക്ക് നട അടയ്ക്കും. മണ്ഡലപൂജയുടെ ദിവസമായ 27-ന് രാവിലെ 10:30 കഴിഞ്ഞ് 11:30-നകമാണ് മണ്ഡലപൂജ മുഹൂർത്ത സമയം. അന്നേ ദിവസം 9:45 വരെ മാത്രമേ നെയ്യഭിഷേകം ഉണ്ടായിരിക്കുകയുള്ളൂ. സാധാരണഗതിയിൽ 11:30 മണി വരെ ഉണ്ടല്ലോ. അന്നേ ദിവസം 9:45 വരെ മാത്രമേ നെയ്യഭിഷേകം ഉണ്ടായിരിക്കുകയുള്ളൂ. മണ്ഡലപൂജയ്ക്ക് ശേഷം 27-ന് ശബരിമല നട അടയ്ക്കും. ഡിസംബർ 30-ന് വൈകിട്ട് മകരവിളക്കിനായി വീണ്ടും നട തുറക്കും. മകരവിളക്കുത്സവത്തിനായി നട തുറക്കുമ്പോൾ സ്പോട്ട് ബുക്കിംഗ് 15,000-ലേക്ക് വർദ്ധിപ്പിക്കണമോ എന്ന് സർക്കാരുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു. ജനം, സന്നിധാനം.